ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തേങ്ങ വറുത്തരച്ച കൊഞ്ച് കറിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കൊഞ്ച് എടുത്തിട്ടുണ്ട്. മീഡിയം സൈസാണ് എടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു 150 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം 2 കഷ്ണം തേങ്ങ കുത്തി അരിഞ്ഞ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ തക്കാളി, ഇത്രയും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഒരു തേങ്ങ വറുത്ത പൊടി ഒരു 4-5 സ്പൂൺ ഒരു ജാറിലോട്ട് എടുത്തിട്ടുണ്ട്. അതായത് നമ്മളിവിടെ തേങ്ങ വറുത്തരച്ചാണല്ലോ വെക്കുന്നത്. പിന്നെ തേങ്ങ വറുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇഞ്ചിക്കറി നാരങ്ങാക്കറി എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. അതിനകത്ത് ഞാൻ തേങ്ങ വറുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരൊന്ന് കാണണേ. പിന്നെ അന്നേരം അതിനകത്ത് ഞാൻ വറ്റലമുളകൊക്കെ ചേർത്തിട്ടാണ് തേങ്ങ വറുക്കുന്നത്. അതിൻ്റെ ഒരു 4-5 സ്പൂൺ നമ്മൾ തേങ്ങ വറുത്ത പൊടി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പിഴുപുളി, ഒരു ചെറിയ കഷ്ണം പിഴുപുളിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് ഇതിനകത്തോട്ടിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം കൊഞ്ച് കറി വെക്കാനായിട്ട് നമുക്ക് ചട്ടി അടപ്പത്ത് വെക്കാം. ചട്ടി ചൂടാകുമ്പോഴത്തേന് നമുക്ക് എണ്ണ ഒഴിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞു. എണ്ണയിലോട്ട് നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് അതിനകത്തോട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ അതിനൊരു ചെറിയ ബ്രൗൺ കളറാവും. ആ ബ്രൗൺ കളർ ആവുമ്പോഴത്തേനും നമുക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിലും 100 ഗ്രാം ആയാലും മതി. ഇനി കൊഞ്ച് ഞാനിവിടെ ഇടത്തരം കൊഞ്ചാണ് എടുത്തേക്കുന്നത്. വലിയ കൊഞ്ചാണെങ്കിലും ഇത് തന്നെയാണ് അളവ്. നമുക്കതിനകത്തോട്ട് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഈ ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിപ്പഴം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് വഴറ്റണം. എന്നിട്ട് 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ കൊച്ചുള്ളിയും തക്കാളിപ്പഴവും എല്ലാം നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. കൊഞ്ച് ഇതിനകത്തോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കൊഞ്ചും കൂടി ഇട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി ചേർക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. ഇപ്പോൾ നമ്മുടെ കൊഞ്ചിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി കൊഞ്ചും നമ്മുടെ കൊച്ചുള്ളിയെല്ലാം നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ടാവും. ഇപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ അരപ്പ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ അരപ്പ് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ അത്ര നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഇടയ്ക്കൊക്കെ നിഴൽ വരുന്നുണ്ട്. അത് ഞാൻ രാത്രിയിലാണ് ഇത് കുക്ക് ചെയ്തത്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ ചോദിക്കണേ. അപ്പോൾ നമ്മുടെ ഈ അരപ്പെല്ലാം കൂടെ നമ്മുടെ കൊഞ്ചിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ അരപ്പിനകത്ത് മാത്രം കിടന്നിട്ട് കുറച്ച് നേരം ഇത് അരപ്പും നമ്മുടെ കൊഞ്ചും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഈ അരപ്പും കൊഞ്ചും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സിങ് ആയി ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് അതിൻ്റെ പാകമായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആ വെള്ളത്തിൽ ഇപ്പം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് നല്ലോണം നല്ല തിളച്ച് മറിയുന്നത് കണ്ടോ നമ്മുടെ കൊഞ്ച് കറി. ഇപ്പം നമ്മുടെ പെതിയ ഒരു എണ്ണയും തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊഞ്ച് കറി റെഡിയായി വരുന്നിട്ടുണ്ട്. കൊഞ്ച് കറി അല്ലെങ്കിൽ കൊഞ്ച് തീയൽ അതും കൂടെ റെഡിയാണ്. അപ്പോൾ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വന്നതുകൊണ്ട് ഇതാണ് അതിൻ്റെ പാകം. നല്ല എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ കൊഞ്ചെൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. അപ്പം കൊഞ്ച് കറിയാണെങ്കിലും കൊഞ്ച് ഒലത്തിയതാണെങ്കിലും എല്ലാം എനിക്ക് ഫേവറേറ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു.